അതിനേക്കാൾ നല്ലത് പൗരന്മാരുടെ തലയ്ക്കുള്ളിലൊരു ചിപ്പ് വെച്ചാൽ പോരെ. ഒരു നിരീക്ഷണത്തിന്റെ കരിമ്പടം പുതയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സഞ്ചാർ സാത്തി കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മാതാവെന്ന് ഒരു വഴിക്ക് വിശേഷിപ്പിക്കുകയും പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ സഞ്ചാർ സാത്തി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഉപാധിയാണ്. അത് മാത്രമല്ല, സർക്കാർ അത് കൊണ്ടുവന്ന രീതി നിർബന്ധമാണ്. അത് മാത്രമല്ല, ട്രാൻസിറ്റിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും ഒരു സെറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. 120 കോടിയോളം വരുന്ന ഫോണുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ്. അത് മാത്രമല്ല, ഒരു കാരണവശാലും ഇത് മാറ്റാനും പാടില്ല. ഈ ഉപകരണം ഉണ്ടാക്കുന്ന ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ലംഘിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പോലും കഴിയില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം, അതായത് സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ്. ഇത് അമേരിക്കയിലൊക്കെ ഉള്ള ക്രിമിനൽ പുള്ളികൾ പരോളിന് പോകുമ്പോൾ അവരുടെ കാലിൽ ആംഗിൾ മോണിറ്റേഴ്സ് ഇടും, അതല്ലെങ്കിൽ കോഡറൽ ബെൽറ്റ് ഇടും. യഥാർത്ഥത്തിൽ ഒരു ബ്രെയിൻ ചിപ്പും കൂടി വെക്കുന്നതാണ് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പെഗാസസ് സംബന്ധിച്ചുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് കേന്ദ്ര സർക്കാർ ആ അന്വേഷണവുമായിട്ട് സഹകരിച്ചില്ല. സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നു, അതായത് കേന്ദ്ര സർക്കാർ ഈ ഒരു കമ്മിറ്റിയുടെ അന്വേഷണവുമായി സഹകരിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അതിനുശേഷം നടന്ന വളരെ അസ്വസ്ഥജനകമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഐഫോൺ യൂസേഴ്സിലേക്ക് അലേർട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ, ഞങ്ങളുടെ നേതാക്കന്മാര്, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകര്, അങ്ങനെ നിരവധി ആൾക്കാരുടെ ഫോണുകളിലേക്ക് ഐഫോൺ തന്നെ അലേർട്ട് നൽകി. ആ അലേർട്ട് എന്തായിരുന്നു? അതായത് സ്റ്റേറ്റ് ഏജൻസീസ് നിങ്ങളുടെ ഫോണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ മെസ്സേജിലൂടെയും അതുപോലെ ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ നൽകി. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി. അപ്പൊ കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞു? ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഞങ്ങൾ സെർട്ടിൻ, അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ള ഒരു സംഘത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ പാർലമെന്റിൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതായത് ഈ സെർട്ടിന്റെ അന്വേഷണം എവിടം വരെ എത്തി? ഉടനെ പറയാണ് രഹസ്യമായ ഒരു കാര്യത്തിൽ വിവരം നൽകാൻ കഴിയുന്നില്ല എന്ന്. 2024 മുതൽ തുടർച്ചയായി ഞാൻ നൽകുന്ന ചോദ്യത്തിൽ ഒരു വിവരമില്ല. അന്വേഷണം പൂർത്തിയായോ, പൂർത്തിയായില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്? അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സർക്കാർ ഐഫോൺ യൂസേഴ്സിന്റെ ഫോണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു എന്നുള്ള ആ അലേർട്ട് സത്യമാണെന്ന് മനസ്സിലായി. പെഗാസസ് എന്ന് പറഞ്ഞാൽ വളരെ ചെലവേറിയ ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ഈ ഐഫോൺ കമ്പനിക്കാരൻ അങ്ങനെയൊന്നും ഇവരുടെ ഈ ഇടപെടൽ സമ്മതിച്ചു കൊടുക്കില്ല. ഇപ്പൊ സാംസങ്ങിലും അതുപോലെ തന്നെ മറ്റുള്ള ഫോണുകളിലേക്കൊക്കെ വളരെ യഥേഷ്ടം പ്രവേശിക്കാൻ പറ്റും. ഇപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ ചെലവേറിയതും ദുഷ്കരവുമായതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പൗരന്മാര് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആപ്പ് അങ്ങോട്ട് വെച്ചോളൂ. അതിനേക്കാൾ നല്ലത് പൗരന്മാരുടെ തലയ്ക്കുള്ളിലൊരു ചിപ്പ് വെച്ചാൽ പോരെ. അടുത്ത ഘട്ടം അതാണ്, ചിപ്പ് വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും അപലപനീയമായ കാര്യമാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്, നമ്മുടെ സ്വകാര്യതയ്ക്ക് ഏൽക്കുന്ന വലിയ പ്രഹരമാണ്. 2017 സുപ്രീം കോടതിയുടെ പുട്ടുസ്വാമി കേസിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വകാര്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റാണ്, മൗലിക അവകാശമാണ്, പൗരന്റെ മൗലിക അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. യഥാർത്ഥത്തിൽ ഇത് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയമെന്ന നിലയ്ക്ക് ഏറ്റെടുക്കേണ്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്.